ഭർത്തൃവീട്ടിൽ ഗർഭിണി പൊള്ളലേറ്റ് മരിച്ച സംഭവം ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ടെന്ന യുവതിയുടെ പിതാവ്. ഭർത്താവ് കസ്റ്റഡിയിൽ. തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ 20-കാരി ഭർത്താവിന്റെ വീടിന് സമീപം പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി മരിച്ച അർച്ചനയുടെ അച്ഛൻ. ഭർത്താവ് ഷാരോൺ അർച്ചനയെ കൊന്നതാണെന്ന് അർച്ചനയുടെ പിതാവ് ഹരിദാസ് പറഞ്ഞു. സംശയരോഗിയായിരുന്ന ഷാരോൺ അർച്ചനയെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. 6 മാസമായി ഫോൺ ചെയ്യാൻ പോലും അനുവദിച്ചിരുന്നില്ലെന്നും ഹരിദാസ് പറഞ്ഞു. ഇയാൾ കഞ്ചാവ് കേസിലെ പ്രതിയാണെന്ന് പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയൻ പറഞ്ഞു. ഭർത്തൃവീട്ടിലെ പീഡനം മൂലമാണ് അർച്ചന മരിച്ചതെന്നും ക്രൂരമായ പീഡനമാണ് അർച്ചനയ്ക്ക് ഏൽക്കേണ്ടി വന്നതെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. വീടിന് സമീപത്തെ കനാലിലാണ് അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം ഭർത്താവ് ഷാരോണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അർച്ചനയുടെ കുടുംബത്തിന്റെ പരാതിയിന്മേൽ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഞങ്ങളുമായി ഫോൺ വിളിക്കാൻ പോലും അർച്ചനയെ സമ്മതിച്ചിരുന്നില്ല. ഭാവി ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. പ്ലേസ്മെന്റ് കിട്ടി ജോലിക്ക് പോയി. എന്നാൽ പിന്നീട് ഷാരോൺ ജോലിക്ക് പോലും വിട്ടില്ല. ബിടെക് കാനഡയിൽ സെറ്റിലാകണമെന്നായിരുന്നു ആഗ്രഹം. ഭർത്താവ് അച്ഛനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പേടിപ്പിച്ചു നിർത്തിയ പോലെയാണ് ഫോൺ വിളിച്ചാൽ സംസാരിക്കാറ്. ഞങ്ങളുമായി അടുപ്പിക്കാൻ ഷാരോൺ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. 6 മാസം മുമ്പായിരുന്നു വിവാഹം. അർച്ചനയുടെ വീടിന് പിറകിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴായിരുന്നു ഇരുവരും പരിചയപ്പെട്ടത്. അർച്ചനയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുകയായിരുന്നു. വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ മകളെ സമ്മതിക്കില്ലായിരുന്നു. അവൾക്ക് അവനെ പേടിയായിരുന്നു. വിവാഹശേഷം വീട്ടിലേക്ക് വന്നിട്ടില്ല. പഠിക്കാനുള്ള ബുക്കുകൾ ഞാൻ കൊടുത്തയച്ചിരുന്നു. കഞ്ചാവ് കേസിലെ പ്രതിയായിരുന്നു ഷാരോൺ. ഈ ബന്ധം വേണ്ടെന്ന് മുമ്പേ പറഞ്ഞതാണ്. മകളെ നിരന്തരം അവൻ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പിതാവ് ഹരിദാസൻ പറയുന്നു. വേണ്ട മോളെ, അവൻ പൊട്ടയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. ഉപദ്രവിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അവൻ പക്ഷേ ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തുകയായിരുന്നു. ഡിപ്ലോമ കഴിഞ്ഞ് ചെന്നൈക്ക് ജോലിക്ക് പോയ മകളാണ്. ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ പോകുക എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയതാ. അവന്റെ കൂടെ പോയതാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. എന്റെ വീടിന് പിന്നിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ്. അവൻ തല്ലിപ്പൊളിയാണെന്നും ക്രൂരനാണെന്നും എല്ലാവർക്കും അറിയാം. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. അവൾ ഇഷ്ടത്തിന് പോയതല്ലേ, അതുകൊണ്ട് പഠിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞതാണ്. അതിനാണ് അവൻ ഇങ്ങനെയിട്ട് ഉപദ്രവിച്ചത്. കഞ്ചാവ് കേസ്, മയക്കുമരുന്ന് എല്ലാം ഉണ്ട് അവന്റെ പേരിൽ. അവൻ എന്റെ കുഞ്ഞിനെ കൊന്നിട്ടതാണോ എന്ന് സംശയമുണ്ട്. അമ്മയും പെങ്ങളുമൊക്കെ ഭയങ്കര ഉപദ്രവമാണെന്നും അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തി. ഹരിദാസിന്റെ 3 മക്കളിൽ മൂത്തയാളാണ് അർച്ചന. സ്ത്രീധനം വീട്ടിൽ നിന്ന് വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടാണ് ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മകളുടെ കുട്ടിയെ അംഗനവാടിയിൽ നിന്നും വിളിച്ചുകൊണ്ടുവരാൻ ഷാരോണിന്റെ അമ്മ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് അർച്ചനയുടെ മൃതദേഹം കണ്ടത്. വീടിന് പിറകിലെ കോൺക്രീറ്റ് കാനലിൽ പൊള്ളിക്കരിഞ്ഞ നിലയിലായിരുന്നു അർച്ചന കിടന്നിരുന്നത്.